നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇറ്റലിയിൽ നിന്ന് ഇന്ത്യയിലേക്ക്, അതും പ്രധാനമന്ത്രി കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചെത്തിയതാണ് സോണിയാഗാന്ധി. പിന്നീട് കോൺഗ്രസിന്റെ അധ്യക്ഷയാവുകയും ഏതാണ്ട് പ്രധാനമന്ത്രി പദം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടുകയും ചെയ്ത ഒരാളാണ് സോണിയാഗാന്ധി. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നതാണ്. ഇരട്ട പൗരത്വത്തെ സംബന്ധിച്ചും മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ തന്നെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടും നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നു. എന്നാൽ ഇപ്പോൾ സോണിയാഗാന്ധിയുടെ ആസ്തി വിവരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സോണിയാഗാന്ധിക്ക് ഇറ്റലിയിൽ സ്വത്തുണ്ട് എന്നാണ് അവർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത്. സ്വന്തമായി വാഹനമില്ല, ആകെ ആസ്തി 12.53 കോടി രൂപയുടേതാണ് എന്നാണ് അവർ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിക്ക് 12.53 കോടി രൂപയുടെ ആസ്തി എന്നാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ പത്രിക നൽകിയതിന് പിന്നാലെ പുറത്തു വരുന്ന വിവരം. ഇറ്റലിയിലെ കുടുംബസ്വത്തിൽ അവർക്ക് ഓഹരിയുണ്ട്. ലൂസിയാനയിലെ കുടുംബസ്വത്തിന്റെ ഓഹരി മൂല്യം ഏകദേശം 27 ലക്ഷമാണ്. 88 കിലോഗ്രാം വെള്ളിയും 1267 ഗ്രാം സ്വർണവും മറ്റ് ആഭരണങ്ങളും സോണിയയുടെ പക്കലുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞതിനേക്കാൾ 72 ലക്ഷം രൂപയുടെ വർധനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സ്വത്ത് സംബന്ധിച്ച വിവരങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ ദേരാമണ്ടിയിൽ സോണിയയ്ക്ക് 2529.28 ചതുരശ്ര മീറ്റർ ഭൂമിയുണ്ട്. 5.88 കോടി രൂപയാണ് ഈ സ്ഥലത്തിന്റെ മൂല്യം. MP ആയിരുന്നപ്പോൾ ലഭിച്ച ശമ്പളം, റോയൽറ്റി വരുമാനം, നിക്ഷേപങ്ങളുടെ പലിശ, മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള ലാഭവിഹിതം എന്നിവയാണ് വരുമാന സ്രോതസ്സുകളായി സോണിയ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പുസ്തകത്തിൽ നിന്നും സോണിയയ്ക്ക് റോയൽറ്റിയും ലഭിക്കുന്നുണ്ട്. പെൻഗിൻ ബുക്സ് ഇന്ത്യ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്, ആനന്ദ പബ്ലിക്കേഷൻസ്, കോണ്ടിനെന്റൽ പബ്ലിക്കേഷൻസ് എന്നിവയുമായി സോണിയയ്ക്ക് കരാറുകളുമുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിൽ നിന്ന് 1.69 ലക്ഷം രൂപ റോയൽറ്റിയായി ലഭിച്ചിട്ടുണ്ട്. സ്വന്തമായ വാഹനങ്ങളില്ലെന്നും സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഏതായാലും സോണിയാഗാന്ധിയുടെ സ്വത്തുവിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ സ്വത്തുവിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോഴാണ് എന്തായിരിക്കും സ്വത്തുവിവരത്തെ സംബന്ധിച്ച കാര്യങ്ങളെന്നറിയാം. പിന്നെ നമുക്കറിയാം, സാധാരണഗതിയിൽ യഥാർത്ഥമായ സ്വത്തുവിവരങ്ങളല്ല ഇവരൊന്നും പറയുന്നത്. ഇവർ പറയുന്ന മൂല്യമാവൂല ഒരു പക്ഷേ ഈ എല്ലാ സാധനങ്ങൾക്കും എന്നുള്ളത് വ്യക്തമാവുകയാണ്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് മാത്യു കുഴൽനാടൻ മാത്രമാണ് ആസ്തി വിവരങ്ങളുടെ കണക്ക് കൊടുത്തപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കേരള നിയമസഭയിൽ നോക്കിയാലും കൃത്യമായ കണക്ക് കുറച്ചെങ്കിലും കൊടുക്കാൻ കഴിയുന്ന മാത്യു കുഴൽനാടനെ മാത്രമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ബാക്കി എല്ലാവരും തന്നെ ഏകദേശം പറയുന്ന, ഡൽഹിയിലെ 5 കോടിയുടെ ആസ്തി എന്ന് പറയുമ്പോൾ അതൊരു 30 കോടിയുടെയെങ്കിലും ആസ്തി വരുമ്പോഴാണ് ഇവർ 5 കോടി എന്ന് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണ് പലപ്പോഴും ഇവർ ചെയ്തു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സോണിയാഗാന്ധിക്ക് വളരെ കുറഞ്ഞ ആസ്തിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇനി ബിനാമി പേരുകളിലോ അല്ലെങ്കിൽ മക്കളുടെ പേരുകളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടാവും. അതും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാലും നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരം പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായും അതിന് ഈ സ്വത്തുവിവരങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.